അതിന് പ്രത്യേകിച്ച് ആരുടെ ഒരു പിന്തുണ വേണ്ടെന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്വകാര്യമായി നിർത്തിയ പഠന സംവിധാനത്തെ പറ്റി പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായമുണ്ട്. തീർച്ചയായിട്ടും ഒരു മലയാളി സ്വത്വം വേണമെന്നും മലയാളി പ്രാദേശികത അതിന്റെ പോസിറ്റീവ് അർത്ഥത്തിൽ നിലനിൽക്കണമെന്നും വിശ്വസിക്കുന്നതാണ്. അവിടെ ഒരു പ്രശ്നം, ഗൾഫ് പോലെ ഒരു നാട് നമുക്കറിയാം, ജനാധിപത്യത്തിന് വളരെയൊന്നും സാധ്യതകൾ ഇല്ലാത്ത ഒരു രാഷ്ട്രീയത്തിന്റെ മേഖലയാണത്. അവിടെ കൂട്ടം പോലെ ഒരു പൊതു ചർച്ചാ വേദിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരുപക്ഷെ അത് മറ്റുള്ള അത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ഒരു കൂട്ടം ആളുകൾ ആ നാട്ടിൽ ഉണ്ടാകുന്നത് എത്രത്തോളം ആ മണ്ണിൽ പ്രോത്സാഹിപ്പിക്കപ്പെടും? അതൊരു ചെറിയൊരു എന്താ പറയുക വിശാലമായിട്ട് ആ കാര്യം അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇദ്ദേഹം തന്നെ. ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന UAE സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഈ അവിടുത്തെ ഭരണാധികാരികളൊക്കെ നമ്മളുടെ ഒരു അഭിപ്രായങ്ങളിൽ നിന്നും ഇതുവരെ നിന്ദിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടേ. ആ രാജ്യത്തിന്റെ അതൊരു അച്ചടക്കമുണ്ട്. അത് നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട ഒരു അച്ചടക്കമുണ്ടല്ലോ. നമ്മൾ വീട്ടിൽ പറയേണ്ട ഒരു വിഷയമുണ്ട്, വീട്ടിൽ ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട് ഇല്ലേ എന്ന് പറയുന്നത് പോലെ ആ രാജ്യത്ത് പാലിക്കേണ്ടതായ മിതമായ ഒരു അച്ചടക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നതിന്, സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന്, ഭാഷ സംസ്കാരത്തെ പറ്റി സംവദിക്കുന്നതിന്, കലയിക്കുന്നതിനൊന്നും അവരെതിരൊന്നുമല്ല. അവരതിനൊന്നും നമ്മളെ തടസ്സപ്പെടുത്താറില്ല. പിന്നെ എന്തിനും ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയിൽ നമ്മൾ ഏത് സ്ഥലത്തും ഇരിക്കുന്നതിന് ഒരു മര്യാദയുണ്ട്. അത് സ്വയം പാലിക്കേണ്ട മര്യാദ. അത് നമ്മൾ പാലിച്ചാൽ നമുക്ക് അപകടങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും 18 വർഷമായി. ഒരു ചോദ്യം കൂടി അവസാനമായി ചോദിക്കട്ടെ. താങ്കളുടെ മനസ്സിലെ ഒരു ടോപ്പിയൻ പ്രത്യയശാസ്ത്രത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് അടിമത്തമില്ലാതെ ആക്കുന്നതിനെ കുറിച്ചൊക്കെ. താങ്കൾ എഴുതിയ ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലും ആരംഭിക്കുന്നത് അടിമകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അത് ഷൗക്കത്ത് ഉസ്മാൻ, ബംഗ്ലാദേശ് റൈറ്റർ, വളരെ പ്രശസ്തനായ ബംഗ്ലാദേശ് റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ സ്ലേവ് ലാഫ് എന്ന് പറയുന്ന പുസ്തകം, അടിമയുടെ ചിരി എന്നുള്ള പേരിൽ ഞാൻ MA ക്ലാസ്സിൽ 1ാം വർഷം പഠിക്കുമ്പോൾ അടിമയായിട്ടുണ്ട്. കേരളത്തിൽ ഒത്തിരിയേറെ വിറ്റുപോയ പുസ്തകമാണ്. തീർച്ചയായിട്ടും അത് മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം അതാണ്. ഈ അടിമയെ ഒരിക്കലും നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഒരടിമയെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ പറ്റില്ല. അവന്റെ ഒരു സർവീസായി നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അവന്റെ മനസ്സ്, ഹൃദയം നിങ്ങൾക്ക് വിലക്കും. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അല്ലെങ്കിൽ മലയാളികളായി നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ്. ഞങ്ങൾ പലയിടത്തും പോയി തൊഴിൽ ചെയ്യുന്നു, ജീവിക്കാൻ വേണ്ടി തൊഴിൽ ചെയ്തു ആക്കാൻ പറ്റില്ല. തീർച്ചയായും കൊടുക്കില്ല. ഒരുപക്ഷെ ഈ സുപ്രഭാതം കാണുന്ന എല്ലാവരും ഇതിനോട് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാകാം. അടിമ സാധ്യതയില്ല എന്നുള്ള അർത്ഥത്തിൽ തുടങ്ങിയ ഒരു പ്രസ്താവന. ഇതിനോടുള്ള പ്രതികരണവും തുടർ ചോദ്യങ്ങളും നമ്മുടെ ഈ സുപ്രഭാതത്തിലൂടെ നമ്മൾ ആവർത്തിക്കില്ല. അതിനുള്ള മറുപടികൾ വരേണ്ടത് ഇനി www.kootam.com അല്ലെ? ശ്രീ NS ജ്യോതികുമാറിന് www.kootam ആശംസകളും സുപ്രഭാതത്തിന്റെ ഭാഗം. എന്റെ നന്ദി.